BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കേരളത്തിലെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ കേന്ദ്ര മാർഗനിർദ്ദേശപ്രകാരം വന്ദേമാതരം മുഴുവനായും പാടണമെന്നുള്ളത് രാഷ്ട്രീയ വിവാദത്തിന് വഴി തുറന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറി തദ്ദേശ ഭരണ സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. കേന്ദ്ര മാർഗനിർദ്ദേശപ്രകാരം സംസ്ഥാന ഗീതത്തിന് ശേഷം വന്ദേമാതരവും അതിനു പിന്നാലെ ദേശീയ ഗാനവും ആലപിക്കണം. സംസ്ഥാന ഗീതമില്ലാതെ ചടങ്ങുകളിൽ ആദ്യം വന്ദേമാതരവും തുടർന്ന് ദേശീയ ഗാനവുമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ വന്ദേമാതരം കവിതയിലെ 6 ചരങ്ങളും പൂർണ്ണമായി ആലപിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ വിവാദത്തിന് കാരണമായിരിക്കുന്നത്. നിലവിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം. UDF നേതൃത്വത്തിലുള്ള VD സതീശൻ മന്ത്രിസഭ അധികാരമേറ്റ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചത് നേരത്തെ വിവാദമായിരുന്നു. വിമർശനമുയർന്നപ്പോൾ ചടങ്ങ് സംഘടിപ്പിച്ചത് ഗവർണറുടെ ഓഫീസാണെന്നും സർക്കാരിന്റെ ഉത്തരവാദിത്തമില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രി VD സതീശന്റെ വിശദീകരണം. അതേസമയം ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന നിർദ്ദേശം നൽകിയതോടെ വിമർശനങ്ങളുമായി പ്രതിപക്ഷവും രംഗത്തെത്തിയിരുന്നു. എന്നാൽ കേന്ദ്ര പ്രോട്ടോകോൾ അനുസരിക്കില്ല എന്നാണ് K മുരളീധരൻ അടക്കമുള്ള മന്ത്രിമാർ വ്യക്തമാക്കിയത്. ഇതുവരെ വന്ദേമാതരത്തിന്റെ ആദ്യ ഭാഗം മാത്രമാണ് ആലപിച്ചിരുന്നതെന്നും കോൺഗ്രസിന്റെയും UDFന്റെയും പരിപാടികളിലും ഇതേ രീതിയാണ് പിന്തുടരുന്നതെന്നുമാണ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും വിവാദത്തിൽ പ്രതികരിച്ചത്. അതേസമയം ലോക് ഭവൻ നിർദ്ദേശപ്രകാരമാണ് സർക്കുലർ എന്ന വിശദീകരണം നൽകിയ വിദ്യാഭ്യാസ മന്ത്രിക്ക് തിരിച്ചടിയായാണ് ലോക് ഭവൻ വിശദീകരണവുമായി എത്തിയത്. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം മുഴുവൻ പാടാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് ലോക് ഭവൻ വിശദീകരിച്ചത്. വിവാദം രൂക്ഷമായതിനു പുറകെയാണ് വിശദീകരണവും ഉണ്ടായിരിക്കുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.